കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി ക്രിയാത്മക നടപടി സ്വീകരിക്കാത്തവർ പഠിപ്പിക്കാൻ വരേണ്ടെന്ന് നഗരസഭാ അധ്യക്ഷൻ ജോയി വെട്ടിക്കുഴി. കല്യാണത്തണ്ടിൽ 200 കോടി രൂപ അനുവദിച്ചുവെന്ന് പറയുന്നതല്ലാതെ ക്രിയാത്മക നടപടി നടത്തണം. മുനിസിപ്പാലിറ്റി ഫണ്ട് അനുവദിച്ച് അനുമതിക്കായി അപേക്ഷ നൽകിയിട്ടും അനുമതി നൽകാത്തവരാണ് മുതലക്കണ്ണീർ ഒഴുക്കുന്നതെന്നും ജോയി വെട്ടിക്കുഴി പ്രതികരിച്ചു. കട്ടപ്പന നഗരസഭയ്ക്ക് വികസനോത്മുഖമായ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു ബഡ്ജറ്റാണ് 2026-2027 വർഷത്തേക്ക് അവതരിപ്പിച്ച് ഇന്ന് പാസ്സാക്കിയിട്ടുള്ളത്. നമ്മുടെ പരിമിതമായ വരുമാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഈ നാടിൻ്റെ പുരോഗതിയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പുവരുത്തത്തക്ക നിലയിലുള്ള പദ്ധതികളും പരിപാടികളുമാണ് നമ്മുടെ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ആരോഗ്യരംഗത്ത് താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. താലൂക്ക് ആശുപത്രി ഉണ്ടായ 2015 കാലഘട്ടം മുതൽ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും വലിയ താല്പര്യത്തോടുകൂടി ഈ താലൂക്ക് ആശുപത്രിയെ സംരക്ഷിച്ച മുനിസിപ്പൽ കൗൺസിലുകളാണ് കാലാകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും നല്ല ഓപ്പറേഷൻ തിയേറ്റർ, ഏറ്റവും കൂടുതലായി പോസ്റ്റ്മോർട്ടം നടത്തുന്ന, ഏറ്റവും വൃത്തിയുള്ള ആശുപത്രി, ആ ഒരു നിലയിലൊക്കെ നമുക്കത് നടത്തിക്കൊണ്ടുപോകാനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, താലൂക്ക് ആശുപത്രി ഉണ്ടായ കാലം മുതൽ നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ ആവശ്യപ്പെടുന്നതാണ്. ഇന്ന് വരെയും സർക്കാർ ഒരു ഗൈനക്കോളജിസ്റ്റിനെ നമുക്ക് തന്നിട്ടില്ല. നമുക്ക് അനസ്തേഷ്യയ്ക്ക് ഡോക്ടറില്ല, നല്ല സർജൻ നമുക്കുണ്ട്, നല്ല ഓപ്പറേഷൻ തിയേറ്റർക്ക് നമ്മളുണ്ട്. പക്ഷേ ബോധം കെടുത്താനുള്ള ഡോക്ടർ നമുക്കില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഓപ്പറേഷൻ നടത്താൻ കഴിയില്ല. ആരോഗ്യ രംഗത്തെപ്പറ്റി മുനിസിപ്പാലിറ്റിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. കോടതിക്ക് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ 3 വർഷക്കാലമായി നമ്മളതിനു വേണ്ടി നടക്കുകയാണ്. 5 ഏക്കർ സ്ഥലം അവിടെ നിന്ന് വിട്ടുകിട്ടുന്നതിന് വേണ്ടി നമ്മൾ അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തപ്പോൾ പറഞ്ഞു എൻവയൺമെൻറ്റ് ഇമ്പാക്റ്റ് സ്റ്റഡി നടത്തി റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി നമ്മൾ കൊട്ടേഷൻ വിളിച്ചു. ബോംബെ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് എൻവയൺമെൻറ്റ് ഇമ്പാക്റ്റ് സ്റ്റഡി നടത്തിയത്. അതിന് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് 6 മാസം എടുത്തു. 7 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റി മുടക്കിയാണ് ഈ എൻവയൺമെൻറ്റ് ഇമ്പാക്റ്റ് സ്റ്റഡി നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഡാം സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ മൈനിങ് ആൻഡ് ജിയോളജിയുടെയും റവന്യൂവിൻ്റെയും എല്ലാം കൂടി സംയുക്ത റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. ആ റിപ്പോർട്ടോടുകൂടി ഏതാണ്ട് 7 മാസം മുമ്പ് ഫയൽ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് കൊടുത്തിട്ട് അതിൻ്റെ അനുമതി തരാത്ത ആളുകളാണ് കല്യാണത്തണ്ട് ടൂറിസത്തെ പറ്റി മുതലക്കണ്ണീർ ഒഴുക്കുന്നത്. എന്നാൽ അതിനൊന്ന് അനുമതി മേടിക്കാൻ മേലായിരുന്നു. ഇപ്പോൾ 200 കോടി രൂപ കല്യാണത്തണ്ടിന് അനുവദിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അനുവദിച്ചതുകൊണ്ട് കാര്യമായില്ല. അവിടെ പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള ക്രിയാത്മകമായ ഇടപെടൽ മുനിസിപ്പാലിറ്റി നടത്തുന്ന പോലെയുള്ള ഇടപെടൽ നടത്തണം.